പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon Imagiclass MF284DW എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും Canon ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ടാവും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. MF284DW എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ താഴെ പേര് വരുന്നതാണ്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണാം, അതിൻ്റെ ഫോട്ടോയും കാണാം. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ മാക്കിൻ്റെയും അതേപോലെ വിൻഡോസിൻ്റെയും വെർഷൻ കാണാൻ സാധിക്കും. ഇവിടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വെർഷൻ വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റം Windows 10 64 ബിറ്റ് എന്നാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റീലോഡായി വരുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ ഓപ്ഷൻസുകളുണ്ടാവും. ഇതിൽ നമുക്ക് പ്രിൻ്റഡ് ഡ്രൈവറായിട്ട് വരുന്നൊരു പാക്കേജ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഫസ്റ്റ് കാണുന്നത് കണ്ടില്ലേ, ജനറിക് പ്ലസ് UFR സെക്കൻഡ് പ്രിൻ്റഡ് ഡ്രൈവർ കണ്ടില്ലേ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഡൗൺലോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പേജ് ഒന്ന് റീലോഡായി വരട്ടെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ അത് എക്സ്ട്രാക്ട് ഫോൾഡറായിട്ട് പുതിയൊരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന ഫോൾഡർ തന്നെ അത് പുതിയൊരു വേറൊരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ താഴെ കാണാൻ സാധിക്കും വേറൊരു ഫോൾഡറായിട്ടുള്ളത്. ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ സെറ്റപ്പ് എന്ന് കണ്ടില്ലേ, ജസ്റ്റ് ആ സെറ്റപ്പിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. അതിൽ നിങ്ങൾ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഈ വീഡിയോയിൽ USB കണക്ഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും USB കണക്ഷൻ എന്നുള്ളത്. അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആൾറെഡി USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആഡ് ന്യൂ പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണിക്കും. കോൺഫിഗറേഷൻ പ്രൊഫൈൽസ് ആണ് കാണുന്നത്. ഫുള്ള് സെലക്ട് ചെയ്യുക ആദ്യം, അല്ലെങ്കിൽ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അതിന് ശേഷം നമ്മൾ പോർട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും മുകളിലും മൂന്നാമതായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ആഡ് പോർട്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന കുറേ USB പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിൽ ഏറ്റവും അവസാനം വരുന്ന USB ഉണ്ടാവുമല്ലോ, USB പോർട്ട് കാണിക്കുന്നുണ്ടാവും ഏറ്റവും അവസാനം വരുന്ന, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ താഴോട്ട് വരുന്നു. ഇവിടെ USB എന്നുള്ളത് സെലക്ട് ചെയ്ത് എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഇത് ഇൻസ്റ്റാളേഷൻ നമ്മുടെ പ്രിൻ്റർ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം വേണമെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും PDF ഫയലിനോ ജസ്റ്റ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിളിന് വേണ്ടി ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയി കണ്ട് ടെസ്റ്റ് പേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.